പമ്പയിൽ ആഗോള അയ്യപ്പ ഭക്തസംഗമം നാളെ. അതിഥികൾക്കായി പമ്പ മണൽ തീരത്ത് ആർഭാടമായ സൗകര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിദേശത്ത് നിന്നടക്കം 3000-ഓളം പ്രതിനിധികൾ എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. ദർശനത്തിനെത്തുന്ന ഭക്തരെ ബാധിക്കുന്ന രീതിയിലാണ് പമ്പയിൽ നിയന്ത്രണങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് പമ്പയിലെത്തും. വിവരങ്ങൾ ഗോകുൽ PR നൽകും. ഗോകുൽ, ഈ അയ്യപ്പ ഭക്തസംഗമം എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പവിത്രമായ പമ്പാ തീരത്ത് നാളെ നടത്താൻ പോകുന്ന ഈ സമ്മേളനം വളരെ മുൻപ് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദ പെരുമഴകൾ ഇപ്പോഴും തുടരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള യഥാർത്ഥ അയ്യപ്പ ഭക്തരെ, മാലയിട്ടെത്തുന്ന അയ്യപ്പ ഭക്തരെ പോലും നിയന്ത്രിച്ചുകൊണ്ടാണ് പിണറായി വിജയനും കൂട്ടരും ഇത്തരത്തിൽ ഒരു സമ്മേളനത്തിന് നാളെ പമ്പയിൽ നേതൃത്വം നൽകാൻ പോകുന്നത്. പറയൂ ഗോകുൽ. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കനത്ത പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും നടുവിൽ തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വേദിയൊരുങ്ങുന്നത്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ തകൃതിയായി തന്നെ നടക്കുകയാണ്. അത്യാർഭാടപൂർവമായിട്ടുള്ള ഒരുക്കങ്ങളാണ് പമ്പ മണൽത്തീരത്ത് നടക്കുന്നത്. ഒരു താരനിശയ്ക്ക് സമാനമായിട്ട് അല്ലെങ്കിൽ ഒരു പുരസ്കാര നിശയ്ക്കൊക്കെ സമാനമായിട്ടുള്ള വേദികളും ആർഭാടവും ആഡംബരവുമാണ് പമ്പ നദിക്കരയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നിലധികം പന്തലുകളിൽ കോടികൾ മുതലാക്കി ചെലവഴിച്ചിട്ട് നടപ്പാക്കിയിട്ടുള്ള ആ പന്തലുകളിലാണ് ഈ പരിപാടികൾ നടപ്പാക്കുന്നത്. 3000-ഓളം പ്രതിനിധികൾ, വിദേശത്ത് നിന്നടക്കമുള്ള ആളുകൾ എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തന്നെ വിവിധ ഈ ദേവസ്വം ബോർഡിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവരണമെന്നുള്ള കൃത്യമായിട്ട് സർക്കുലർ അടക്കം ഇവർ പുറത്തിറക്കിയിരുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. അതായത് ഇത്തരത്തിൽ ആളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മറ്റ് ഇടതുപക്ഷത്തിൻ്റെയും CPM-ൻ്റെയും ഒക്കെ പരിപാടികളിൽ ആളെ കൂട്ടുന്നത് പോലെ തന്നെ ഇതിലും ആളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നിർബന്ധപൂർവമായിട്ട് വിവിധ ദേവസ്വം ബോർഡുകളിലൊക്കെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നടപ്പാക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നതുമാണ്. അതുകൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും സമാനമായി തന്നെയാണ്. അവിടെ ജീവനക്കാരോടക്കം കൃത്യമായിട്ട് അവർക്ക് എക്സ്ട്രാ ഡ്യൂട്ടി അടക്കം നൽകിക്കൊണ്ടാണ് ഈ പരിപാടിയിൽ ഭാഗവാക്കാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും പ്രധാനം ഈ നാളെ അല്ലെങ്കിൽ ഈ ഇന്നും നാളെയും, അതായത് ഇതിൻ്റെ തലേ ദിവസവും ഈ പരിപാടി നടക്കുന്ന ദിവസവും ശബരിമലയിലേക്ക് എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകർക്ക് ഈ സംഗമം മൂലം വലിയ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. കാരണം അവിടെ ഈ ഇത്രയധികം VIP-കൾ അടക്കമുള്ള ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ആ പമ്പയിൽ മാത്രമായിട്ട് വിന്യസിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സാധാരണക്കാരായിട്ട് അവിടെ ദർശനത്തിനെത്തുന്ന സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകരുടെ സുഗമമായിട്ടുള്ള യാത്രയെ അടക്കം ബാധിക്കും. അവരെ അടക്കം കൃത്യമായിട്ട് പരിശോധനകൾക്കൊക്കെ വിധേയമാക്കിയതിന് ശേഷം മാത്രമേ മല കയറാനായിട്ട് അനുവദിക്കുകയും ചെയ്യുകയുള്ളൂ. ഹൈക്കോടതി കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ വേണം സംഗമം നടത്താൻ എന്നുള്ളത്. പക്ഷേ നാളെ സ്വാഭാവികമായിട്ടും അതിൽ മാറ്റം വരും. എന്തായാലും തീർത്ഥാടകരുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുകൂടാതെ ഇവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഉണ്ടാകും. അതുകൂടാതെ ഈ സംഗമത്തിലെത്തുന്ന 3000-ഓളം പേർ എത്തുകയാണെങ്കിൽ അത്രയും പേർക്കും ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുമെന്ന് ഇന്നലെ ദേവസ്വം മന്ത്രി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് ദർശനത്തിന് പ്രഥമ പരിഗണന നൽകും എന്നുള്ളതാണ് ഈ മന്ത്രി അടക്കമുള്ള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ മറ്റ് തീർത്ഥാടകരെ തടഞ്ഞുകൊണ്ട് ഇവർക്ക് ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സന്നിധാനത്തും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും ഈ 3000 ആൾക്കാർക്കും സുഖദർശനം ഒരുക്കും, ദർശനം ഉറപ്പാക്കും എന്നുള്ള ഉറച്ച വാക്ക് തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് എന്തായാലും സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകർക്ക് നിയന്ത്രണവും തടയലും ഉണ്ടായേക്കാം എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പമ്പാ നദീ തീരത്ത് ഇത്തരത്തിൽ ഒരു ആർഭാടപൂർവമായിട്ടുള്ള ഒരു വലിയ സമ്മേളനം, ഒരു സംഗമം നടത്തുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ശബരിമലയിലെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് മാത്രമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യം. സമ്പന്നരായിട്ടുള്ള ധനികരായിട്ടുള്ള ആളുകളാണ് ഏറെയും എത്തുന്നത്. ഇതുമൂലം ദേവസ്വം ബോർഡ് ലക്ഷ്യം വെക്കുന്നത് എന്തായാലും പണമെറിഞ്ഞ് പണം വാരുക എന്നുള്ളൊരു തന്ത്രം തന്നെ ആയിരിക്കും. കാരണം 7 കോടി രൂപയോളമാണ് ഈ പരിപാടി നടത്തുന്നതിന് ചെലവായിട്ട് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പ്രാഥമികമായിട്ട് പറഞ്ഞത്. 7 കോടി രൂപ കൃത്യ കണക്കല്ല എങ്കിൽ പോലും 7 കോടിയോളം രൂപ ചെലവാകും ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയധികം കോടി രൂപ മുതൽ മുടക്കിയിട്ട് എന്ത് പ്രയോജനം ലഭ്യമാകും എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭം അവർ ഇതിൽ നിന്നും ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം നേരത്തെ മുതൽ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ കാര്യങ്ങളടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ശബരിമലയ്ക്ക് ഈ പരിപാടി മൂലം എന്ത് പ്രയോജനം ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് ഇനി ഉയരുന്ന ചോദ്യം. എന്തായാലും സർക്കാരിൻ്റെ
പമ്പയാറിന്റെ ആർഭാടപൂർവ്വമായിട്ടുള്ള ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ 7 കോടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രൂപ മുടക്കി നാളെ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ പമ്പയിൽ വലിയ സമ്മേളനം സർക്കാർ നടത്തുകയാണ്. ഹൈന്ദവ സംഘടനകളും വിശ്വാസികളും വിട്ടുനിൽക്കുന്ന ഈ സമ്മേളനം കൊണ്ട് എന്താണ് എന്താണ് അയ്യപ്പ ഭക്തർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണം, അല്ലെങ്കിൽ ശബരിമല എന്ന വലിയ തീർത്ഥാടന കേന്ദ്രത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാകുക എന്ന വളരെ പ്രസക്തമായ ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ഗോകുലാണ് പമ്പയിൽ നിന്നും വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്.